എല്ലാവർക്കും നമസ്കാരം. ഹൃദ്യം മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പരീക്ഷകൾ അടുത്തിരിക്കുന്നു. പഠനത്തിന്റെ വേഗത കൂട്ടേണ്ട സമയമായി. മിക്കവരും റിവിഷന്റെ തിരക്കിലായിരിക്കും. പ്രധാനപ്പെട്ട അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞ് റിവൈസ് ചെയ്യുകയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. HSA ആയാലും നെറ്റ് ആയാലും ഏതൊരു മത്സര പരീക്ഷയായാലും പഠനത്തോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് റിവിഷൻ. പഠിച്ച കാര്യം ഒന്നുകൂടി മറിച്ചു നോക്കുക. അതിന്റെ കൂടെ പഴയ ചോദ്യ പേപ്പറുകൾ ശേഖരിച്ച് അവയുടെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളിൽ ആത്മവിശ്വാസം കൂട്ടുകയും ചില പുതിയ ചോദ്യങ്ങൾ ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പഴയകാല ചോദ്യ പേപ്പറുകളുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിലായി പഴയ പല ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇനി ഇന്നും നമുക്ക് അല്പം പ്രധാന ചോദ്യങ്ങൾ, നെറ്റിലെയും സെറ്റിലെയും ഒക്കെ പ്രധാന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ചേരുംപടി ചേർക്കുക. ആദ്യ ചോദ്യം, വൈശാഖ മഹാത്മ്യം, ഭഗവദ്ദൂത നാടകം, ചതുരന്ത്യം, സന്താനഗോപാലം കൃതികൾ ഒരു ഭാഗത്തുണ്ട്. മറുവശത്ത് കർത്താക്കളാണ് പൂന്താനം, അർണോസ് പാതിരി, വയസ്കര ആര്യൻ നാരായണൻ മൂസത്, നടുവത്തച്ഛൻ. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കൃതി വൈശാഖ മഹാത്മ്യം പ്രധാനാണ്. എഴുതിയിരിക്കുന്നത് വയസ്കര ആര്യൻ നാരായണൻ മൂസത്. വൈശാഖ മഹാത്മ്യം, വയസ്കര ആര്യൻ നാരായണൻ മൂസത്. ഓപ്ഷൻ എ 3 ആണ് ആൻസർ. രണ്ടാമത്തേത് ഭഗവദ്ദൂത് നാടകം. പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രി തലം തൊട്ട് കേട്ടിട്ടുണ്ടാവും. ഉത്തരം നിങ്ങൾക്ക് അറിയുമായിരിക്കും. നടുവത്തച്ഛനാണ് ഉത്തരം. ഭഗവദ്ദൂത് നാടകം രചിച്ചത് നടുവത്തച്ഛൻ. 7 അംഗങ്ങളുള്ള ഒരു നാടകമാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന കൃതി കൂടി നമുക്ക് പരിചിതമാണ്. ഏതായിരുന്നു അത്? അംബോപദേശം. അപ്പോൾ അംബോപദേശം, ഭഗവദ്ദൂത നാടകം നടുവത്തച്ഛന്റേതാണ്. മൂന്നാമത്തേത് ചതുരന്ത്യം. ചതുരന്ത്യം ഒരാളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഉത്തരം അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരി, ചതുരന്ത്യം. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. പുത്തൻ ബാന, ഉമ്മാപർവം, ഉമ്മാട ദുഃഖം, ചതുരന്ത്യം ഇവയൊക്കെയാണ് അർണോസ് പാതിരിയുടെ പ്രധാന കൃതികൾ. അതുകൂടാതെ നിഘണ്ടുക്കൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടവയാണ് അദ്ദേഹത്തിന്റെ നിഘണ്ടുക്കൾ. ഇനി സി ചതുരന്ത്യം, 2 അർണോസ് പാതിരിയാണ്. ഡി സന്താനഗോപാലം. നമുക്കറിയാം പൂന്താനത്തിന്റെ കൃതിയാണ്. പൂന്താനം, സന്താനഗോപാലം, പാന. ഇനി അദ്ദേഹത്തിന്റെ പൂന്താനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് ജ്ഞാനപ്പാന. ശ്രീകൃഷ്ണ കർണാമൃതവും അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഈ സന്താനഗോപാലം പാന മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു കുമാരഹരണം പാന. കുമാരഹരണം പാന ആരുടേതാണ്? നമ്മുടെ പൂന്താനത്തിന്റെ കൃതിയാണ്. 4 ഭാഗങ്ങളാണ് ഈ സന്താനഗോപാലം പാനയ്ക്ക് ഉള്ളത്. അപ്പോൾ വൈശാഖ മഹാത്മ്യം, വയസ്കര ആര്യൻ നാരായണൻ മൂസത്, ഭഗവദ്ദൂത് നാടകം നടുവത്തച്ഛൻ, ചതുരന്ത്യം അർണോസ് പാതിരി, സന്താനഗോപാലം പൂന്താനം. A 3, B 4, C 2 and D 1. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ 3 ആണ്. അടുത്ത ചോദ്യം, 1950 ലോക ചെറുകഥാ മത്സരത്തിൽ 2 തലമുറ എന്ന കഥയ്ക്ക് 1ാം സമ്മാനം ലഭിച്ച കഥാകൃത്താര്? 1950 ലോക ചെറുകഥാ മത്സരത്തിൽ 2 തലമുറ എന്ന കഥയ്ക്ക് 1ാം സമ്മാനം ലഭിച്ച കഥാകൃത്ത്. ഓപ്ഷൻ 1 KT മുഹമ്മദ്, 2 MT വാസുദേവൻ നായർ, 3 ഉറൂബ്, 4 TKC വടുതല. ഉത്തരം ഓപ്ഷൻ 4 TKC വടുതല. TKC വടുതല അല്ലെങ്കിൽ TK ചാത്തൻ വടുതല. അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈയിടെയായി പല പരീക്ഷകൾക്കും ആവർത്തിച്ച് വരാറുണ്ട്. സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നേരിട്ട ഒരു വിഭാഗത്തിന്റെ ജീവിതം കഥകളിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. 2 തലമുറ കൂടാതെ ചങ്ക്രാന്തിയട, ആൻമക ചീമേനി,
അച്ചണ്ടവെന്തിഞ്ഞ ഇഞ്ഞ തുടങ്ങിയ കഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ച് ഇന്ന് ധാരാളം പഠനങ്ങൾ വരുന്നുമുണ്ട്. സാധാരണക്കാരുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ദളിതരുടെ ഒക്കെ ജീവിതത്തെ അതേപടി വരച്ചു കാട്ടുകയാണ് അദ്ദേഹം കഥകളിലൂടെ ചെയ്തത്. അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായി തന്നെ പറയാം, സംസാരിക്കാം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ പല കഥകളുമായിട്ട് ബന്ധപ്പെടുത്തി പരീക്ഷകൾക്ക് വരാറുണ്ട്. അച്ചണ്ടവെന്തിഞ്ഞ ഇഞ്ഞ എന്ന കഥാപാത്രത്തിൽ കണ്ടങ്കോരനാണ് പ്രധാന കഥാപാത്രം. അദ്ദേഹം പുലയ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹം മതപരിവർത്തനം, മാർക്കം കൂടുക എന്നാണ് അതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് വരുന്നു. അങ്ങനെ കണ്ടങ്കോരൻ ദേവസിയായി തീരുന്നു. ആ പ്രക്രിയയൊക്കെ, ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അച്ചണ്ടവെന്തിഞ്ഞ ഇന്ന എന്ന കഥയിൽ അദ്ദേഹം TKC പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം കണ്ടങ്കോരൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദുരിതങ്ങൾക്കൊരു അറുതിയായി വന്നു. ഇനി ജീവിതം കുറച്ചുകൂടി സ്മൂത്തായി പോകുമെന്നാണ്. പക്ഷെ സമൂഹത്തിൽ നിന്ന് പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കണ്ടങ്കോരനെ ദേവസിയായി അംഗീകരിക്കാൻ പലരും മടിച്ചു. കണ്ടങ്കോരൻ ദേവസി എന്നുകൂടി ആൾക്കാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തിനെ പലതരത്തിലും മാനസികമായി ബാധിച്ചു. മെച്ചപ്പെട്ട ജീവിതത്തിനായി അദ്ദേഹം മതപരിവർത്തനം നടത്തിയെങ്കിലും അതിന് അദ്ദേഹം പ്രതീക്ഷിച്ചത്ര അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കഥയുടെ അവസാനത്തിൽ കഴുത്തിലണിഞ്ഞ വെന്തിഞ്ഞ പള്ളിയിലച്ഛന് കൊടുത്തുകൊണ്ട് അദ്ദേഹം കണ്ടങ്കോരനായി തന്നെ തിരിച്ചു വരികയാണ്. ഒരു കാലത്ത് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളിലേക്കും ഈ കഥ വിരൽ ചൂണ്ടുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന കഥയാണ് ആൺമക ചീമേനി എന്ന് പറയുന്നത്. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊച്ചുകറുമ്പിയുടെയും തേവന്റെയും കഥ, പ്രണയ കഥയാണ് ആൺമക ചീമയാനി എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ഒരു പ്രണയകഥയാണെങ്കിൽ കൂടി ഈ തേവൻ എന്ന കഥാപാത്രം മരിച്ചതിന് ശേഷം കൊച്ചുകറുമ്പി ഒറ്റയ്ക്കാകുന്നു. അവർ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നു. അങ്ങനെ മന്ത്രവാദിയെയൊക്കെ വിളിച്ചു വരുത്തി അവൾക്ക് വള്ളോൻ എന്ന വ്യക്തി വിവാഹാഭ്യർത്ഥനയുമായി അവളുടെ അരികിലേക്ക് വരുന്നു. അപ്പോൾ അവൾ ആകെ ആശയക്കുഴപ്പത്തിലാവുകയും പിന്നീട് മന്ത്രവാദിയൊക്കെ വന്ന് അതുമായി ബന്ധപ്പെട്ട, തേവന്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളൊക്കെ ചെയ്യുന്നു. മന്ത്രവാദി പ്രത്യക്ഷപ്പെടുന്നു. മന്ത്രവാദി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് വള്ളോൻ എന്ന വ്യക്തി രോഷാകുലനാവുന്നു. വള്ളോൻ മികച്ച രീതിയിൽ ചിന്തിക്കുകയും പുതിയ പുതിയ ആശയങ്ങളുള്ള വ്യക്തിയുമായിരുന്നു. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുകയും എല്ലാവരും അന്ധവിശ്വാസങ്ങൾ കളഞ്ഞുകൊണ്ട് വളരെ മെച്ചപ്പെട്ട ജീവിതം നയിക്കണം എന്നും ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. മന്ത്രവാദിയുടെ ചെയ്തികളൊക്കെ കണ്ട് രോഷാകുലനായ വള്ളോൻ നമ്മുടെ മന്ത്രവാദിയെ കയ്യേറ്റം ചെയ്യാൻ പോവുകയും അപ്പോൾ മന്ത്രവാദിയുടെ വെപ്പ് താടിയും മുടിയും ഒക്കെ വരുന്നതും കണ്ടു. അപ്പോൾ പണ്ടത്തെ കണ്ടങ്കോരനാണ് വേഷം മാറി മന്ത്രവാദിയായത് എന്നിവർ മനസ്സിലാക്കുന്നു. അപ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കൂടി, അല്ലെങ്കിൽ സമൂഹത്തെ പരിഷ്കരിക്കാൻ കൂടി ശ്രമിച്ച ഒരു കഥാപാത്രമായിരുന്നു ഈ കഥയിലെ വള്ളോൻ എന്ന കഥാപാത്രം. മറ്റൊന്ന് സംക്രാന്തിയാടെയാണ്. അവിടെയും പ്രധാന കഥാപാത്രങ്ങളായി ഈ കൊച്ചുകറുമ്പിയും നമ്മുടെ വള്ളോനും ഒക്കെയാണ് വരുന്നത്. മറ്റൊരു പ്രധാന കഥയാണ് സംക്രാന്തിയാട. അവിടെയും പ്രധാന കഥാപാത്രമായി വരുന്നത് നമ്മുടെ വള്ളോനും കൊച്ചുകറുമ്പിയും ഒക്കെയാണ്. മറ്റൊന്നാണ് രണ്ട് തലമുറ എന്ന കഥ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ രണ്ട് തലമുറകൾ തമ്മിൽ ആദ്യകാലത്ത് ജന്മിയും കർഷകരും തമ്മിലുണ്ടായ ബന്ധം വളരെ മികച്ചതായിരുന്നു, നല്ല ബന്ധത്തിലായിരുന്നു അവര്. ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കാലം കഴിയും തോറും ആ ബന്ധത്തിന് എങ്ങനെയാണ് മാറ്റം വന്നത് എന്നും അത് എപ്രകാരമാണ് ഈ ബന്ധത്തെ മാറ്റുകയും മനുഷ്യരെ മാറ്റുകയും ചെയ്തത് എന്നും രണ്ട് തലമുറ എന്ന കഥയിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, രണ്ട് തലമുറകളുടെ തന്നെ കഥയാണ്. ആദ്യകാലത്ത് ജന്മിയും കർഷക തൊഴിലാളികളും തമ്മിലുണ്ടായ ഊഷ്മളമായ ബന്ധത്തെ കുറിച്ച് പറയുകയും പിന്നീട് ആ ബന്ധം എങ്ങനെയാണ് മാറിയത് എന്നുമൊക്കെയാണ് ഈ കഥയിൽ TKC വടുതല പറയുന്നത്.
ടി.കെ.സി. വടുതലയുടെ കഥകളെ കുറിച്ച് ഡോക്ടർ എസ് രാജശേഖരൻ പറഞ്ഞ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എഴുതിയെടുക്കുക. കഥയുള്ള കഥകളാണ് ടി.കെ.സി. വടുതലയുടേത്. കഥയുള്ള കഥകളാണ് ടി.കെ.സി. വടുതലയുടേത്. തങ്ങൾക്ക് ഒരു കഥയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സമൂഹത്തിന് അവരുടെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അദ്ദേഹം. തങ്ങൾക്ക് ഒരു കഥയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സമൂഹത്തിന് അവരുടെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ടി.കെ.സിയുടെ കഥകളെ കുറിച്ച് ഡോക്ടർ എസ് രാജശേഖരൻ പറഞ്ഞ അഭിപ്രായമാണ്. അപ്പോൾ ടി.കെ.സി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത പരീക്ഷകൾക്ക് അദ്ദേഹത്തിന്റെ കൃതികളുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, വിദ്വാൻ പി കേളുനായർ രചിച്ച സംഗീത നാടകം ഏത്? വിദ്വാൻ പി കേളുനായർ രചിച്ച സംഗീത നാടകം ഏത്? എ സദാരാമ, ബി പാക്കനാർ ചരിതം, സി സംഗീത നൈഷധം ആൻഡ് ഡി സംഗീത ഹരിശ്ചന്ദ്രം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പാക്കനാർ ചരിതമാണ്. വിദ്വാൻ പി കേളുനായർ രചിച്ച സംഗീത നാടകമാണ് പാക്കനാർ ചരിതം. പാക്കനാർ ചരിതമാണ് വിദ്വാൻ പി കേളുനായർ രചിച്ച സംഗീത നാടകം. വിദ്വാൻ പി കേളുനായരുടെ ഇതര സംഗീത നാടകങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. പാതുക പട്ടാഭിഷേകം, പാതുക പട്ടാഭിഷേകം, ലങ്കാദഹനം, പാതുക പട്ടാഭിഷേകം, ലങ്കാദഹനം ഇവയും വിദ്വാൻ പി കേളുനായരുടെ സംഗീത നാടകങ്ങളാണ്. അടുത്ത ചോദ്യം, ഓണവിജ്ഞാന കോശം എന്ന കൃതിയുടെ കർത്താവാര്? വളരെ സുപരിചിതമായ പുസ്തകമാണ് ഓണവിജ്ഞാന കോശം. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുമുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി PC കർത്തയാണ്. ഓണവിജ്ഞാന കോശം ഓപ്ഷൻ ബി PC കർത്ത. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തോട്ടേക്കാട്ട് ഇക്കാവമ്മ രചിച്ച നാടകകൃതി ഏത്? താഴെ പറയുന്നവയിൽ തോട്ടേക്കാട് ഇക്കാവമ്മ രചിച്ച നാടകകൃതി ഏത്? എ ലക്ഷണാസംഗം, ബി കലഹിനി ദമനകം, സി മനോരമ വിജയം, ഡി സുഭദ്രാർജുനം. ഉത്തരം ഓപ്ഷൻ ഡി സുഭദ്രാർജുനമാണ്. മലയാളത്തിലെ പ്രധാന കവയിത്രിയും ആദ്യകാല നാടകകൃത്തുമായിരുന്നു തോട്ടേക്കാട് ഇക്കാവമ്മ. TC അച്യുതമേനോന്റെ സംഗീത നൈഷധത്തിൽ നളനായി ഇവർ വേഷമിട്ടിട്ടുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ഇത് കൂടാതെ അവർ രചിച്ച മറ്റൊരു നാടകമായിരുന്നു നളചരിതം. അടുത്ത ചോദ്യം, ആതുരാലയം പശ്ചാത്തലമായ ആതുരം എന്ന നോവൽ രചിച്ചതാര്? ആതുരാലയം പശ്ചാത്തലമായ ആതുരം എന്ന നോവൽ രചിച്ചതാര്? എ ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബി ഡോക്ടർ ഖദീജ മുംതാസ്, സി GR ഇന്ദുഗോപൻ ആൻഡ് ഡി TD രാമകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ ബി ഖദീജ മുംതാസ്. ആതുരം എന്ന നോവൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പശ്ചാത്തലത്തിൽ 2 തലമുറകളുടെ കഥ പറഞ്ഞ നോവലായിരുന്നു ആതുരം. ഖദീജ മുംതാസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാന കൃതി കൂടി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അത് ബർസ എന്ന നോവലാണ്. ബർസ സൗദി അറേബ്യയിലെ 2 ഡോക്ടർമാരുടെ കഥയാണ് ബർസ എന്ന നോവൽ പറയുന്നത്. അടുത്ത ചോദ്യം, ഇതിഹാസ നായികമാരെ പറ്റി സീത മുതൽ സത്യവതി വരെ എന്ന കൃതി എഴുതിയതാര്? സീത മുതൽ സത്യവതി വരെ. ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം, ഓപ്ഷൻ ബി MP പോൾ, ഓപ്ഷൻ സി M ലീലാവതി, ഓപ്ഷൻ ഡി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഇതിഹാസ നായികമാരെ പറ്റി സീത മുതൽ സത്യവതി വരെ എന്ന കൃതി എഴുതിയത് ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനമാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ മൊഡ്യൂളുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. നോവലിനെ കുറിച്ച് പറഞ്ഞു, തോട്ടേക്കാട് ഇക്കാവമ്മയുടെ നാടകങ്ങളെ കുറിച്ച് പറഞ്ഞു, ചെറുകഥകളെ കുറിച്ചും TKC വടുതലയുടെ കഥകളെ കുറിച്ചും പറഞ്ഞു, സംഗീത നാടകങ്ങളെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആദ്യകാല പദ്യകൃതികളെ കുറിച്ചും പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് PYQ ക്ലാസ് എടുത്തു നോക്കിയാലും നാടകം എന്ന ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്.
അപ്പോൾ പലപ്പോഴും നമ്മൾ കഥയ്ക്കും നോവലിനും കവിതയ്ക്കും കൊടുക്കുന്ന പ്രാധാന്യം നാടകം എന്ന ഭാഗത്തിന് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളുടെ മാർക്കും പലർക്കും നഷ്ടമാവാറുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് അവയ്ക്ക് നൽകുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം നാടകത്തെ കുറിച്ച് പഠിക്കാൻ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച നാടകകൃത്തുക്കളുണ്ട്, അവരുടെ നാടകങ്ങളുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ വന്ന് മുന്നേറുക. എല്ലാവർക്കും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. കൂടെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങള് കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാവാത്തവർ അംഗമാവുക. എല്ലാവർക്കും വീണ്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.